തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ. കെ ശബരിനാഥാണ്, നമുക്ക് സംസാരിക്കാം. XMLA. Chipmunks are we, yippee! We live in the woods, a happy family. We sing and we dance and we play. So come along and join the fun every single day. Here we go! We are the chipmunks are we. We live in the woods, a happy family. We sing and we dance and we play. So come along and join the fun every single day. അപ്പോ എന്ത് തോന്നുന്നു? അതായത് ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിരിക്കും. ഞങ്ങൾ ചോദിക്കുന്നത് മോളിത് താഴോട്ട് വന്നതാണോ ആ ഒരു ചോദ്യമാണ്. അങ്ങനൊന്നുമില്ല. എവിടെയായിരുന്നു MLA ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ നഗരസഭ എന്ന് പറയുന്ന ഒരു ചെറിയ നമുക്ക് ഈ നമ്മുടെ താഴോട്ടും മുകളിലോട്ടും നമ്മുടെ മനസ്സിലുള്ളതാണ്. മനസ്സിൽ അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഒരു താഴോട്ടും മേളിലോട്ടും ഒന്നുമില്ല. നന്നായിട്ട് ജനസേവനം നടത്തുക, പാർട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഒരു തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാനുള്ള അവസരമാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് സ്വീകരിച്ച് നമ്മളെല്ലാം മുന്നോട്ട് പോവുകയാണ്. ഞാനൊരു പ്രതിനിധി മാത്രമാണ്. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി, UDF വേണ്ടി നന്നായിട്ട് ഈ പ്രദേശത്ത് അടിസ്ഥാനമുണ്ട്. പാർട്ടിക്ക് ശക്തമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നു. നല്ല സ്വീകാര്യത നമുക്ക് നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയത്തിലുള്ള ആളുകൾ കൂടുതൽ മുന്നോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം ഈ തിരുവനന്തപുരം മുന്നോട്ട് പോകണം. 19 വർഷത്തെ LDF ഭരണം താഴോട്ടിറങ്ങണമെന്ന് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തവണ UDF കോർപ്പറേഷൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്ന പുതിയ വികസനങ്ങളുടെ ഒരു രൂപം മനസ്സിൽ കാണാൻ. അതിന്റെ താങ്കൾ മേയർ ആണെന്നുള്ളൊരു പ്രസ്താവന പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇന്ന് പ്രശ്നം സർക്കാർ പദ്ധതികൾ പോലും 40% വിനിയോഗിക്കുന്ന ഒരു നഗരസഭയാണ്. CAG റിപ്പോർട്ട് പറയുന്നത് മൊത്തം പ്രോജക്റ്റുകളുടെ 42% എന്ന് വെച്ചാൽ പാസ് മാർക്ക് അവർക്ക് ഇല്ല. അപ്പോൾ പദ്ധതികൾ പോലും ഉള്ളത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പുതിയ കാലത്തിന് ആവശ്യമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല. UDF ഭരണസമിതി വരുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുകയും ഫണ്ട് വിനിയോഗിക്കുകയും അതോടൊപ്പം എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ ഒരു തിരുവനന്തപുരം ഉണ്ടാക്കുവാനുള്ള പദ്ധതികളായി നമ്മൾ മുന്നോട്ട് വരും. അത് കൃത്യമായിട്ടുള്ള ഓരോ മേഖലയിലും, വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാവട്ടെ, റോഡുകളാവട്ടെ, ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ നായകളുടെ ശരിയാവട്ടെ, എല്ലാത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയായിരിക്കും പോകുന്നത്. വരും ദിവസങ്ങളിൽ UDF മുന്നോട്ട് വെക്കുകയും ചെയ്യും. ഓക്കെ, വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.